ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതുകൊണ്ട് തന്നെ ശുഭദിന ആശംസകളും ഞാൻ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വീണ്ടും നാം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെയധികം സംഭവങ്ങളുള്ള ഒരു അധ്യായമാണിത്. വളരെയധികം കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മഹാന്മാരായ അനേക വ്യക്തികളുടെയും ബാല്യകാലം മുതൽക്കേ അവരുടെ മഹത്വത്തിൻ്റെ സൂചനകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പഴമൊഴിയുണ്ടല്ലോ, മുളയിലേ അറിയാം മുളം കരുത്തെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ തന്നെ ആ മുളച്ചു വരുന്നതായിരിക്കുന്ന ചെടിയുടെ കരുത്ത് അത് എങ്ങനെയുള്ള ഒന്നായിത്തീരും എന്ന സൂചന നൽകുന്നതാണ്. ഈ പ്രമാണത്തിന് അപവാദമുണ്ടെന്ന് വന്നാലും അതൊരു പൊതുപ്രമാണമായി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ കർത്താവ് ഈ പ്രമാണത്തിനൊരു അപവാദമാണ്. കാരണം വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചതുപോലെ കർത്താവ് ഇരുന്നു എന്നാണ് പറയുന്നത്. വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചതുപോലെ ഇരുന്നു. കർത്താവ് ഏത് വിധത്തിൽ നോക്കിയാലും ഒരു അപവാദമാണല്ലോ. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി തീർന്നവനാണ്. എന്നാൽ നാം ഈ പറഞ്ഞതായിരിക്കുന്ന പ്രമാണം മുളയിലേ അറിയാം മുളം കരുത്ത് എന്നുള്ളത് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് നന്നായിട്ട് കാണുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നിസ്സംശയം പറയാം. പിതാവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയതും സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയതും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവൻ പ്രാപിച്ചതും ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണ് എന്ന് ഫറവോൻ ഏറ്റുപറഞ്ഞതും ധാർമ്മിക നിയമങ്ങൾ കർശനമായി പാലിച്ച് ആ മിസ്രൈമിൽ അവന് ജീവിച്ചതും എല്ലാം അവൻ്റെ മുളങ്കരുത്ത് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ ചെറുപ്പം മുതൽ നാം കാണുന്ന കാര്യങ്ങൾ ജോസഫ് ഒരു വലിയ മനുഷ്യനായി തീരുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായ ജോസഫ് ഉയർത്തപ്പെട്ടത് ആകസ്മികമായിട്ടാണ്. പുത്തിബേറിൻ്റെ നുണയുടെ ഫലമായിട്ട് അവനെ പിടിച്ച് ജയിലിലാക്കി. അവനങ്ങനെ 3-4 വർഷത്തോളം ആ ജയിലിൽ കഴിച്ചുകൂടി. ആ ജയിലിൽ വന്നതായിരിക്കുന്ന മിസ്രൈമിലെ ഫറവോൻ്റെ അപ്പവാഹകനും അതുപോലെ പാനപാത്രവാഹകനും അവിടെ വന്നു. അവർക്ക് കണ്ടതായിരിക്കുന്ന സ്വപ്നം വിവരിച്ച് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അപ്പക്കാരനെ തൂക്കിക്കൊല്ലുകയും പാനപാത്രവാഹകനെ വീണ്ടും തൻ്റെ സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ഫറവോനുണ്ടായതായിരിക്കുന്ന ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആളുകളില്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ പാനപാത്രവാഹകൻ തൻ്റെ കുറ്റത്തെക്കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ ഫറവോനോട് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ജോസഫ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരാൾ ഞാൻ കിടന്ന ജയിലിലുണ്ടായിരുന്നു, അവനെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൻ സ്വപ്നം വ്യാഖ്യാനിച്ച് തരുമെന്ന് പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് ജോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. ജോസഫ് വന്നു, ഫറവോൻ്റെ സ്വപ്നം കേട്ടു, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഫറവോന് വളരെ സന്തോഷമായി. ജോസഫ് ഒരു നിർദ്ദേശവും കൊടുത്തു. വരാൻ പോകുന്നതായിരിക്കുന്ന വലിയ ക്ഷാമത്തിൽ നിന്ന് മിസ്രൈമിനെ രക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന മാർഗം എന്താണെന്ന് ജോസഫ് ഫറവോന് പറഞ്ഞു കൊടുത്തു. അത് ജോസഫ് പറഞ്ഞതനുസരിച്ച് കഴിവും പ്രാപ്തിയുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെ മുഴുവൻ ധാന്യത്തിൻ്റെയും അവിടുത്തെ ട്രഷറായി അവിടുത്തെ ഫുഡ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വെറും ഫുഡ് മിനിസ്റ്ററായിട്ടല്ല, ഫറവോൻ പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ അല്ലാതെ പിന്നെ വേറെ ആരെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ജോസഫിനെ തന്നെ പ്രധാനമന്ത്രിയായിട്ട് ആ കാര്യങ്ങൾ നിശ്ചയിക്കാനും കൈകാര്യം ചെയ്യാനും അങ്ങനെ നൽകി. അങ്ങനെ മുളയിലെ കണ്ടതായിരിക്കുന്ന ആ കരുത്ത് ഒരു മുളങ്കരുത്തായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ജോസഫ് അവിടെ വളർന്നിട്ട് എന്താണ് ജോസഫ് ചെയ്തത്? അവസാനം തൻ്റെ സഹോദരന്മാരെ അവിടെ കൊണ്ടുവന്ന് ഗോശൻ ദേശത്ത് പാർപ്പിച്ചു. അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തു. തൻ്റെ പിതാവിനെയും തൻ്റെ കുടുംബത്തെയും കൊണ്ടുവന്നവിടെ താമസിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അവസാനം യാക്കോബ് മരിച്ചു. യാക്കോബിൻ്റെ ആഗ്രഹപ്രകാരം കനാലിൽ കൊണ്ടുവന്ന് അടക്കി. അതിനുശേഷം സഹോദരന്മാരെ ജോസഫിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത തെറ്റിനെ ഞങ്ങളോട് പ്രതികാരം ചെയ്തെന്ന് പറഞ്ഞു. ജോസഫ് അവരുടെ വാക്ക് കേട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ലെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവം എന്നെ ഈ ക്ഷാമകാലത്ത് നിങ്ങളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം എന്നെ ഈ മിസ്രൈമിലേക്ക് അയച്ചു. ഒരടിമയായിട്ട് എന്നെ അയച്ചതെങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്താൽ ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദോഷത്തിന് ചിന്തിച്ചത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. പ്രിയമുള്ളവരെ, ജോസഫിനെ പോലെ ആയിത്തീരുവാനും നമുക്കും കഴിയുന്നതാണ്. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. ജോസഫ് എന്തോരം വലിയ വില കൊടുത്തു. എന്നാലും ഞാൻ വീണ്ടും പറയട്ടെ, ഒരാൾ ശിശുവായിരിക്കുമ്പോൾ, ബാല്യമായിരിക്കുമ്പോൾ, അവൻ കൗമാരപ്രായക്കാരനായിരിക്കുമ്പോൾ, അവൻ യൗവനത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ചെയ്തികൾ നാം ശ്രദ്ധിച്ചാൽ ഇവൻ ആരായിത്തീരും എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്, നമുക്കൊരു ഏകദേശ രൂപം കിട്ടുന്നതാണ്. ജോസഫിൻ്റെ ചെറുപ്പത്തിലെ പ്രവൃത്തികളെല്ലാം കാണിക്കുമ്പോൾ ഏത് സുബോധമുള്ള മനുഷ്യനും അറിയാം
യാക്കോബ് അതെല്ലാം ഹൃദയത്തിൽ കരുതിയെന്നാണ് യോസഫ് പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം യാക്കോബ് അതെല്ലാം ഹൃദയത്തിൽ കരുതി. യാക്കോബിനറിയാമായിരുന്നു ഇവൻ ഒരസാധാരണ വ്യക്തിത്വമായിട്ട് ദൈവം രൂപപ്പെടുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറുപ്പത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ നാം അതൊന്നും തള്ളിക്കളയല്ലേ. അതൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ നമുക്ക് നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കുവാനും വ്യക്തിത്വത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുവാനും ലഭിക്കുന്നതായിരിക്കുന്ന അവസരങ്ങൾ നാം തീർച്ചയായിട്ടും കാണണം. ചില സമയത്ത് നമ്മളെയും യോസഫിനെ അടിമയായി കൊണ്ടുപോയതുപോലെ നാം പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന വലിയ സംഘർഷങ്ങളിൽ കൂടെ കടന്നുപോയെന്ന് വരാം. പക്ഷേ ആ സംഘർഷങ്ങളുടെ അവസാനം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചതെങ്കിൽ അനുഗ്രഹത്തിന്, അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരുടെ ചെറുപ്പത്തിലെ ശീലങ്ങൾ എങ്ങനെയെന്ന് നാം നോക്കി അവരാരായിത്തീരുമെന്ന് അറിയുവാനുള്ളതായിരിക്കുന്ന കൃപ ദൈവം നമുക്ക് നൽകട്ടെ.